പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി വേദിയിലേക്ക് എത്താൻ പോകുന്നു സ്കിറ്റുമായി കോമഡി കിങ്സ്. ഗണപതി പാരിന്റെ അധിപതി അമ്മേ ദേവി രക്ഷിക്കണേ. നല്ല രീതിയിൽ നല്ല കച്ചവടം നടത്തി ഇന്നെങ്കിലും എന്നെ കൊണ്ട് ഇന്ന് രക്ഷപ്പെടുത്തണേ. എല്ലാം പൊളിഞ്ഞ് നാശമായി. ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു തട്ടായി. ഇതോടുകൂടി ഞാൻ രക്ഷപ്പെടണേ അമ്മേ ദേവി. ഓ നല്ലൊരു കണി പ്രതീക്ഷ വന്നിരിക്കണം. നല്ലൊരു കെണി. ഇതൊക്കെ എവിടെ നിന്നാ രാവിലെ കയറി വരണം? വാ എന്തെങ്കിലും താണ പോടാ ഇന്നൊന്നുമില്ല. പോ നാളെ തരാം. പോ പിന്നെ തരാം. പോ അണ്ണാ ഇന്ന് തരാം നാളെ തരാം നാളെ തരാം എന്ന് പറഞ്ഞ് 10-25,000 രൂപയായി നിങ്ങളെ കണക്കില്. എന്റെ ഡെയിലി കളക്ഷനാണ് പോണത്. എന്റെ ഡെയിലി കളക്ഷൻ ഇതൊക്കെ എവിടെ നിന്നാ രാവിലെ കയറി വരണത്? നല്ല തന്റെ തടി കൊണ്ടല്ലോ കടയിൽ 10-600 ശമ്പളം ഞാൻ തരാം. 600 രൂപയ്ക്ക് 600 രൂപയ്ക്ക് അണ്ണാ 3 നേരം ഫുഡ് 1000 രൂപ ശമ്പളം. വൈകുന്നേരം ആകുമ്പോൾ ഒരു പൈൻ്റ് എടുത്ത് വെച്ച് അടിക്കാൻ പറഞ്ഞ എന്തൊരു ജോലിടാ ഇതൊക്കെ തന്നെ. പറ്റൊന്നുമില്ല. പരിശുദ്ധം പരിപാലനം എന്റെ കടയുടെ ഫ്രണ്ട് കിടക്കാൻ പറ്റില്ല. മാറിയില്ലേ പരിശുദ്ധം ഞാൻ ഇവിടെ കിടന്നു. റോഡ് നിങ്ങൾ ഇവിടെ കിടക്കാൻ പറ്റില്ല. റോഡ് ഇവിടെ നിങ്ങൾ തറവാടൊന്നുമില്ല. ഞാൻ ഇവിടെ കിടക്കും. എന്നൊക്കെ പോലെ വന്ന് കിടക്കുകയും ചെയ്യും. കച്ചവടം നടക്കുകയില്ല. ആട് ചില്ലറ ശബ്ദം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ഉറക്കാൻ പറയണം. ആട് ഇത്രയ്ക്ക് ദാരിദ്ര്യോടോ? നീയൊക്കെ തന്നെ അവനൊക്കെ പ്രോത്സാഹിപ്പിക്കണത്. ഒരു പണിയില്ലാതെ കൊണ്ടുവരും. ബോർഡ് വെച്ച് കിടന്നാല് അതിന്റെ ചോദിക്കും. കൊള്ളാം. ചില്ലറ കാശ് പാത്രത്തിലിട്ട് ശല്യപ്പെടുത്തും. നോട്ട് മതി. ഓ എവിടെ ഉണ്ട്? ഇല്ലടാ എൻ്റെ കടല എവിടെ? ഞാൻ വരും. ഓ എൻ്റെ കട എവിടെ? നടേ നാരങ്ങളുണ്ടോ? ഉണ്ടോ? ഒന്നെടുത്ത് രണ്ടാമത്തെ നിലയിൽ കൊണ്ടു. കാരണം ഒരു പാക്കറ്റ് സിമെന്റ് എടുത്തത് അതിനുള്ള പണി മതിയെന്ന്. ഞാൻ ഇന്ന് എത്താൻ ലേറ്റാവും. ഓ കുഴപ്പമില്ല. വിഷയല്ലടാ. ഒന്നും വിഷയമുള്ള കേസുകളല്ല. ആർക്ക്? ഞാൻ ചോദിച്ചില്ലല്ലോ. ആരെങ്കിലുള്ളോ ചോദിച്ചു? അതിന്റെ ഇടയ്ക്ക് അടിച്ചാണ് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ എവിടത്തെ കഷ്ടങ്ങൾ അളിയെന്നില്ലേ? പഞ്ചായത്തത് കിടക്കാച്ചി പഞ്ചായത്ത് സൂപ്പർ നാരങ്ങളുള്ളൂ. എനിക്ക് ഷുഗറിന്റെ അസുഖമാണ്. ഉപ്പിട്ട നാരങ്ങളുള്ള എനിക്ക് ആവശ്യം. കൊണ്ടുപോകാൻ അങ്ങോട്ട്. അപ്പൊ ഇതെന്തറിയിട്ട് കൊണ്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ പിന്നെ വിളിക്കാം. ഇവിടെ ഇരുന്നിട്ടാണ് ഈ സാധനം ഇവിടെ ഇരുന്നിട്ടാണ്. വെബ്സൈറ്റ് പൊട്ടിക്കണ്ട. പിന്നല്ലാതെ പൊട്ടി 10 രൂപ നാരങ്ങളെ ഞാൻ കളയോടാ. ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. എന്നാ കൂടി ഇത് വേണ്ട. ഇത് വേണം. 7 രൂപ പിടി. കുടി ഇളയ ഇത് വേണോ? ഇന്ന് പൊളിക്കും ഞാൻ രാവിലെ. കുടി. എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ട. പിന്നെ എല്ലാം പൊട്ടിക്കാൻ പറഞ്ഞു. ഇത് പൊട്ടിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഇത് കേൾക്കുമ്പോ എനിക്ക് എന്ത് രസമുള്ള സൗണ്ട് എന്നറിയാം. ഞാനാണെങ്കിൽ ഇന്ന് പണിക്ക് പോലും പോകാൻ പറ്റില്ല. താമസിച്ചായി. ഒരു 1.5 മണിക്കൂർ ഒന്ന് ലേറ്റ് ആയി. ഞാൻ അറിയാം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ പഠിച്ച ഒരു ചെറുക്കനെ കണ്ട. നമ്മളവിടെ എന്നെ കൂടെ പഠിച്ച 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചാണ്. പറഞ്ഞ വഴിയിൽ അപ്പൊ അവൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ആട്ടോഗ്രാഫിൽ എഴുതി തന്ന് ആളി ആ ചത്താലും ഞാൻ മറക്കൂല. അവനെ ഞാൻ കണ്ടിട്ട് പറഞ്ഞ വഴി. എടാ കൂട്ടുകാരൻ വരാൻ ഇങ്ങനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തു എന്ത് കാണാൻ പറഞ്ഞു എന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചത്. 1.5 മണിക്കൂർ എടുത്താ പന്നെ പറ്റിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഞാൻ ആരെന്ന് വലിയ കഷ്ടമായി പേളിയാ. ഇതൊക്കെ അല്ലേ ഞാൻ വരാത്തത്. എന്താ ലോകം ഇത്? പിന്നെ പുതിയ കട ചെറിയ കടയുടെ അടുത്ത് ബസ് സ്റ്റോപ്പടാ. പരട്ടിലുള്ള മനസ്സിലായില്ലേ? വന്നു കഴിഞ്ഞ ആഴ്ച ലീവിന്. ഓ ദുബായി കള്ളറളിയാ. അവിടെ വിളന്നിരിക്കുന്നു. സംഭവിച്ചതറിയാ? ഒട്ടകത്തിന്റെ പാലിൽ കുങ്കുമപ്പെട്ട് ഒരു അടിയുണ്ട്. എന്നിട്ട് രാത്രിയാകുമ്പോ ഒരു 1.5 ഗ്ലാസ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒട്ടകപ്പാലില് കുങ്കുമപ്പൂ അതല്ല. പിന്നെ കുങ്കുമപ്പൂ എടുത്ത് മിക്സിയിലിട്ട് ആടിച്ചുരുട്ടി ചോറിൻ്റെ കൂടെ തീരുന്നു. കളറ് കണ്ടില്ല. ചിരിക്കാനുള്ള കുറെ സാധനം ഉണ്ടല്ലോ. കണ്ണുകൂടാതെ കൊണ്ടിരുന്നു. ഇവന്മാരെ സ്ഥിരം പരിപാടിയാണ്. ആട്ടേരെ കള്ളരെ കറുപ്പ്. അത് പിന്നെ സഹിക്കാളി.
ഇത് ഇവന്മാരെ പരിപാടിയാണ്. പെണ്ണുങ്ങളെ കാണുമ്പോൾ പൂവും കൂടെ വെച്ചിട്ടുണ്ട് കൊടുക്കാൻ. കൊടു ഡെയിലിയുള്ള ഏർപ്പാടല്ലേ. കൊടു നമ്മളായിരുന്നു പറയലേ കൊടുക്കി. എന്തിന്റെ കളർ ആട്ടര കളറിന് കണ്ടി അടിപൊളി. പിന്നെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അച്ചടൊക്കെ പഴയതൊക്കെ പൊളിഞ്ഞ് നിനക്കറിയാലോ. തന്നല്ലേ? ഇപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ ഒരു കാരണം കൊണ്ട് ചെറിയൊരു സെറ്റപ്പിൽ നമ്മള് അതാരല്ലേ പറഞ്ഞത്? അതാരെങ്ങനെ പറഞ്ഞത്? എവിടെ അവിടെ നിന്ന് അവനെ മനസ്സിലായില്ലേ? ഇല്ല. ഇവിടെ നമ്മളെ മറ്റേ സജി. ഛേ, ഇവിടെ ഇവനല്ലേ ഇപ്പൊ പത്രത്തിൽ ടി വിയിലൊക്കെ അങ്ങ് നിറഞ്ഞിരിക്കല്ലേ. സംഭവം ടി വി വെച്ചാൽ ഇവനേ ഉള്ളൂ. കാര്യം എന്ത്? ഇവൻ നാട്ടിലെ താരമുണ്ടോ ഇപ്പൊ? അത് തന്നെ. ഇവിടെ ഐജിയുടെ വീട്ടിലൊരു കൊലപാതകം നടന്നില്ല. അതിന്റെ ദൃക്സാക്ഷി ഇവനാണ് ഇപ്പൊ. ടിവിയിൽ വാട്സാപ്പിലൊക്കെ വന്ന് പത്രക്കാരും ടി വിക്കാരും ഫുൾ ടൈം ഇവന്റെ പുറകെ തന്നെ. ഇവനാണ് ആള്. ഓ, ശ്ശെ, രാവിലെ ഇപ്പൊ ജോഗിങ്. ഞാൻ കണ്ടിട്ടില്ല. അവൻ തന്നെ ആള്, അവൻ തന്നെ. ഇതാടാ, ഇതൊരു ഭയങ്കര പട്ടിശല്യമാണ്. ഒരു പട്ടിശല്യം നോക്ക്. ആ പാട്ടി ആ കവലെന്ന് ഈ അറ്റം വരെ എന്നെ ഓടിച്ച്. എങ്ങനെ വരും? വേസ്റ്റ് മൊത്തം കൊണ്ട് റോഡിലല്ലേ ഇറങ്ങുന്നത്. പിന്നെ ആ പട്ടിയുടെ വായിലൊരു കമ്പെടുത്തിട്ട് കുത്തി കയറ്റി കൊടുത്തിരുന്ന ഞാൻ വരുമായിരുന്നില്ല കൂടെ. പറയ കിടന്ന പട്ടി ഒരു കമ്പടുത്ത് കുത്തിയല്ലാണ് അത് എന്നെ ഇതുവരെ ഓടിച്ചത്. എന്നിട്ട് ഇനി ഞാൻ അതിന് ഇനി ഒരിക്കൽ കൂടെ കുത്താൻ. ഇനി അണ്ണന്റെ കടയിൽ വന്നില്ല നീ ഇതുവരെ. പുതിയ സെറ്റപ്പ് അല്ലേ? ഓ, ചെറിയ സെറ്റപ്പ്. ആണോ? എനിക്കൊരു ചായക്കപ്പം ഒരു വാഴ. അല്ല, ഒരു ചായയും ഒരു വാഴക്കപ്പം. ഇവിടെ അതൊന്നുമില്ല. വെള്ളം നാരങ്ങ വെള്ളം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളു. എന്ത് ഇന്നലെ 5-6 ദിവസം കട അടച്ചിട്ടുണ്ട്. എന്ത് അതെ, ഭാര്യ പ്രസവിച്ചു. ഭാര്യ പ്രസവിച്ചു. ചെലവുണ്ട്. ഈ കഞ്ഞി പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എനിക്കറിഞ്ഞോ, എന്റെ ഭാര്യ ചിങ്ങത്തിലാണ് പ്രസവിച്ചത്. ഹലോ, നമസ്കാരം. പോയില്ലേ? പോയില്ലെങ്കിൽ പോണ്ട്. നീ പറഞ്ഞാ അവന് ഞാൻ പോവാ. ഓ, ഇതാരാണ്? പറഞ്ഞല്ലോ നീ എന്ത് ചെയ്യും? പറഞ്ഞല്ലോ നീ എന്ത് ചെയ്യും? ഓഹോ, അങ്ങനെയൊക്കെ ആയോ? ചായ അടി പെട്ടെന്ന്, ഞാൻ പോട്ടെ, എനിക്ക് സിനിമയ്ക്കുണ്ട്. ചമ്മി അണ്ണൻ പറഞ്ഞിരിക്കും ആളാണെന്ന് മനസ്സിലായി. എന്നാലും നിങ്ങളെ ധൈര്യം ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷിയായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പരിചയപ്പെടുന്നത്. എങ്ങനെ ജോലിക്ക് കാര്യങ്ങൾ എന്താ പോത്തുന്ന കാര്യം? അല്ല, ഇന്ന് ജോലിക്ക് പറ്റിയില്ല. കാരണം എന്റെയും ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. സുഖപ്രസവം. കുഞ്ഞിന്റെ പേര് കൊള്ളാം കേട്ടോ, ശിവപ്രസാദ്. അതല്ലടാ, ഭാര്യ പ്രസവിച്ച് കിടക്കണം. സുഖപ്രസവം എന്ന് പറഞ്ഞത്. അങ്ങനെ സിനിമയ്ക്ക് അടിയണം വെള്ളം താഴ്ച. ഞാൻ പോടാ. ഞാൻ 2 പടേ കാണുള്ളൂ. ഞാൻ ജീവിതത്തിൽ അറിയാലോ, തുടക്കം മുതല് സ്റ്റണ്ട് പടവും തുണ്ട് പടവും. ഷോർട്ട് ഫിലിം. പിന്നെ നിങ്ങളെ കാണുമ്പോ ഞാൻ ഒരു അണ്ണൻ എന്റെ അടുത്ത് പറഞ്ഞ സംഭവങ്ങളൊക്കെ, ഐജിയുടെ വീട്ടിലെ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ടിവിയിലും വാട്സപ്പിലും മൊബൈലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ നേരിട്ട് ഒരാളെ വായിന്ന് കേട്ടിട്ടില്ല. എങ്ങനെയാണ് ഈ കൊലപാതകം കണ്ടോണ്ട് നിൽക്കാനുള്ള മനക്കരുത്തും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു. കാണുമ്പോഴേ അതിന്റെ ഒരു നീ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താ. ഇത് നിങ്ങളെ റോൾ മോഡൽ. ഞാൻ വേറെ കഥ കേൾക്കണം, അതല്ലേ? പറഞ്ഞുതരാം. അവിടെ ഇരിക്കേ. ഓ, അതായത് കാരണം ശ്രദ്ധിച്ച് കേൾക്കാൻ എനിക്ക് അവസരം. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവയാണ്. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പം കുറെ മുല്ലപ്പൂ വെച്ച് ചൂടിക കുറെ പിള്ളേർ പെൺകുട്ടികളൊക്കെ പട്ട് പാവടയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. ഏത് ഒരു 6-7 പേര് വരും. പട്ട് സാരി എടുത്തിട്ടുണ്ട്, സെറ്റ് സാരി ഉണ്ട്, മുല്ലപ്പൂ ഉണ്ട്. കഥ പറ. പെണ്ണുങ്ങളെ കാര്യം വലിക്കോ? ഭാര്യ ആശുപത്രിയല്ലേ, നീ കാര്യം പറ. എന്നിട്ട് രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവണം. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലോട്ട് ഇറങ്ങി. അല്ല, അത് പറഞ്ഞല്ലേ അവിടെ നിന്നിട്ട് ഇങ്ങനെ ബാക്കി ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അതല്ലേ ബാക്കി പറ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവണം. അണ്ണാ, ഞാൻ നേരം സംഭവം ഇവന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവ എന്തെങ്കിലും കാര്യം പറഞ്ഞു തുടങ്ങി അവസാനിപ്പിക്കണ നമ്മൾ ഇടക്കേറി പറഞ്ഞ ഇവ ആദ്യം പോലും പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പറഞ്ഞു ആരും ഇടയ്ക്കേറി സംസാരിക്കാൻ പാടില്ല. ആരും മിണ്ടരുത്. അവൻ പറഞ്ഞു തരുന്നവരെ മിണ്ടരുത്. അക്ഷരം നീ മിണ്ടരുത്. ആരെങ്കിലും വേണ്ടി അമ്മ അടിച്ച് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ. നീ പറ, നമ്മൾ കേൾക്കാം. നീ പറ. കണ്ടിന്യൂ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവുന്നു. ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുറെ പെണ്ണുങ്ങൾ പട്ട് സാരി മുല്ലപ്പൂവൊക്കെ ചൂടി ഇങ്ങനെ നടന്നു പോകുന്നു. എന്നിട്ട് ഞാൻ നേരെ ശശിൻ്റെ കടയിൽ പോയപ്പോൾ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവിടെ റേഡിയോയിൽ FM പാട്ടിട്ടിരിക്കുന്നു. കീടിലം പാട്ട്. ഏത് പാട്ടെന്നറിയാം? ശരറാന്തൽ തിരി താണു മുർലിൻ കുർലിൻ. തെറ്റി. ആ പാട്ട് അങ്ങനെയല്ല, ഇത് ജയചന്ദ്രൻ പാടി ഹിറ്റാക്കിയ പാട്ട്. എനിക്കറിയാം. എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ശരറാന്തൽ തിരി താണു മുകിലിൻ കുഴലിൽ
മൂവന്നി പെണ്ണുറങ്ങാൻ കിടന്നു കരറാന്തൽ തിരി താണു മുകിലിൻ കുരുളിൽ മൂവന്നി പെണ്ണുറങ്ങാൻ കിടന്നു. ആ മതി 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 മതി. ദേ, ദേ, ദേ. അതൊക്കെ ഓക്കെ അതൊക്കെ ഓക്കെ. നീ പറയാ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂടി ഞാൻ ഉറക്കമൊഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴും കുറെ പെൺകുട്ടികളെല്ലാരും കൂടി പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നടന്നു വരണം. ഞാൻ നേരെ ശശിന്റെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചോണ്ടിരുന്നപ്പം അവിടെ FM പാട്ട് കേൾക്കണ്. ഏത് പാട്ടെന്നറിയാം? ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറ അങ്ങനെയല്ലേ നടന്നു. അങ്ങനെ ഈ പാട്ടും കേട്ടുകൊണ്ട് നിന്നപ്പോഴേ തൊട്ടടുത്തല്ലേ ഐജിയുടെ വീട്. ഐജിയുടെ വീട്ടിൻ്റെ മതിൽ ചാടി ആരോ പോകുമ്പോൾ എനിക്കൊരു തോന്നലാണ്. കുറേ നേരം ഞാൻ നിന്ന് കറങ്ങി. അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ജനൽ വഴി ഒരു പെണ്ണ് വന്ന് നോക്കുകയും ചെയ്തു. സംശയം വരൂലേ? ഞാൻ നേരെ ഈ മതിൽ ചാടി. എങ്ങനെയോ ഞാൻ ഇതിനകത്ത് കയറി വാതിലൊക്കെ തുറന്ന് നടക്കായിരുന്നു. കയറി ഞാൻ പടിക്കെട്ട് വഴി ഇങ്ങനെ മുകളിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് കിടക്കണം. ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ്. സെക്യൂരിറ്റിയുടെ ഡ്രസ്സാ അയാളുടെ യൂണിഫോം അവിടെ കിടന്നത്. ഐജിയുടെ യൂണിഫോം അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് ഒരു ബുദ്ധി പോലെ സംസാരിക്കുന്നത്. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവണം. ഞാൻ ഓ ഐജിനെ വേണ്ടി സെക്യൂരിറ്റി വരുമോ? ഇല്ല. സെക്യൂരിറ്റിക്കാരെ കാണോടാ? ഇല്ല. അവന്റെ യൂണിഫോം കാണോ? ഇല്ല. ഇവിടെ അടങ്ങിരുന്നോളം. കണ്ണീട്ട് കുത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ബാക്കി പറ. രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കരക്കോന്ന് കൂവണം. ഞാൻ രാവിലെ ഉറക്കൊഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴും മുല്ലപ്പൂവൊക്കെ ചൂടി അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പെൺകുട്ടികൾ ഞാൻ നടന്നു പോകണം. പട്ടുസാരി കൊടുത്തിട്ട് വരാം. ഞാൻ നേരെ ശശിൻ്റെ ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ ഞാൻ നിന്നപ്പോൾ അവിടെ റേഡിയോയിൽ FM പാട്ട് കേൾക്കുന്നു. ശരറാന്തൽ തിരി താണു മുർലിൻ കുർലിൻ. ആ പാട്ടാണ് കേട്ട നല്ല കിടലം പാട്ടും. അങ്ങനെ നിന്നപ്പോൾ തൊട്ടടുത്ത ഐജിയുടെ വീട്ടിൽ ആരോ മതിലാടി പോകുമ്പോൾ ഒരു തോന്നൽ. വിടാൻ പറ്റുമോ? നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. നോക്കിയോ മുകളിലത്തെ നിലയിൽ കൂടെ ഒരു പെണ്ണ് വന്ന് എത്തി നോക്കുകയും ചെയ്തു. ഞാൻ നേരെ അകത്ത് കയറി ഡോറ് തുറന്ന് പടിക്കെട്ട് വഴി ഇങ്ങനെ കയറി ചെന്നപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ്. ഞാൻ ഡ്രസ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു വരിക. നല്ല രസം, നല്ല കാവി കളറിൽ നല്ല ഡ്രസ്സ്. അതങ്ങനെ നോയിക്കൊണ്ട് നിന്നതും പെട്ടെന്നൊരു ശബ്ദം. ഇത് ആദ്യമേ തുമ്മിക്കൂടായിരുന്ന? അവ 6-6:30 തുടങ്ങിയപ്പോഴേ ഞാൻ പിടിച്ചു വന്നാണ്ടാ. പിടിച്ചു തന്ന പാട് എനിക്കറിയാം ഇതുവരെ. ദ്രോഹി, ശത്രുക്കളടുത്ത് പോലും രാവിലെ ഒരു 6-6:30 മണി കോഴി കൊക്കരക്കോന്ന് കൂവണം. ഞാൻ ഉറക്കൊഴിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുറേ പെൺകുട്ടികൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വരണം. ഞാൻ നേരെ ശശിൻ്റെ ചായക്കടയിൽ പോയി ഒരു ചായയും കുടിച്ചിട്ട് അങ്ങനെ നിന്നപ്പോൾ അവിടെ FM പാട്ട് കേൾക്കണം. ഏത് പാട്ടെന്നറിയാം? ശരറാന്തൽ തിരി താണു മുർലിൻ കുർലിൻ. ആ പാട്ടാണ്. ആ പാട്ട് കേട്ടോണ്ട് അങ്ങനെ നിന്നപ്പോൾ നമ്മൾ ഐജിയുടെ വീടിൻ്റെ മതിൽ ചാടി ആരോ പോകുമ്പോൾ ഒരു തോന്നൽ. വിടാൻ പറ്റുമോ? ഐജി നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഞാൻ ഒരു പെണ്ണ് വന്ന് മോളിൽ കൂടി എത്തി നോക്കുകയും ചെയ്തു. ഞാൻ നേരെ മതിൽ ചാടി ഡോറ് തുറന്ന് അകത്ത് കയറി പടിക്കെട്ടി കൂടി കയറി ചെന്നപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് തൂക്കിയിട്ടിരിക്കുന്നു ഹാങ്ങറിൽ. ഞാൻ പതുക്കെ ഡ്രസ്സ് എടുത്ത് തിരിച്ചു മിരിച്ചെന്ന് നല്ല കാവി കളർ ഡ്രസ്സ്. അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. ഞാൻ നേരെ ഓടി വന്ന് ചെറിഞ്ഞ് താഴോട്ട് നോക്കിയപ്പോൾ താഴെ ഒരാൾ കിടന്ന് പിടയുന്നു. പിന്നെ ഇത് കണ്ടിട്ടേ ജീവന് വേണ്ടിയിട്ട് പിടയല്ലേ. ഞാൻ നേരെ ഓടി കിച്ചണിൽ പോയി അവിടെ ചെന്ന് കുടം എടുത്ത് നോക്കി വെള്ളമില്ല. അപ്പുറത്ത് ഇപ്പുറത്തെ ഒരു ബക്കറ്റ് അതെടുത്ത് നോക്കി വെള്ളമില്ല. പിന്നെ ഞാൻ അവിടെ സകല പാത്രങ്ങൾ നോക്കി വെള്ളമില്ല. ഒടുക്കൊരു കൂജ. ആ കൂജ ഇരുന്ന വെള്ളം എടുത്ത് ഞാൻ പെട്ടെന്ന് കുടിച്ചു. എടാ ഒരുത്ത പ്രാണവായുവിന് വേണ്ടി കിടന്ന് വിളിക്കുമ്പോ നീ എന്തിനാ വെള്ളം കുടിച്ചേ? അങ്ങനെയല്ല സംഭവം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ലോ BP വരും. അത് മാത്രമല്ല അമ്മ വഴക്ക് പറയും എന്നെ ഇങ്ങനെ സമയത്തിന് വെള്ളം കുടിച്ചില്ല. രാവിലെ ഒരു 6-6:30 മണി സമയം എന്നെ ഒരുമാതിരി ദേഷ്യപ്പെടുത്താൻ വേണ്ടി ചുമ്മാ നടന്നിട്ട് ആവശ്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ഏട്ടാ. പറഞ്ഞ് ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞു വരുമ്പോഴാണ് നീ ബാക്കി പറയടാ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ എന്ന് അവിടെ ചെന്ന് നോക്കാത്ത ഐജിയുടെ വീട്ടിൽ ഇതൊക്കെ ഇത്തിരി പാടുള്ള കാര്യമാണ് കേട്ടോ. SI അവിടെ കോടതിയിലൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അല്ല നീ ഇത് കണ്ടോണ്ടല്ലേ? എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പോണം. ശരിയാവില്ല. ഞാൻ പോണം. ശരി, അവസാനമായിട്ട് ഇനി ഇവിടെ ആരും മിണ്ടല്ലേ. അവൻ കറക്റ്റായിട്ട് പറയും. മിണ്ടറ അമ്മ അടിച്ചു പിരുത്തളാം. വീട്ടിൽ കയറി വിട്ടു. അണ്ണന് എന്തെങ്കിലും പറയണ്ടോ? ആരോടെ അലക്കുള്ളതിന് ഒന്നുമില്ല. നീ പറ, ബാക്കി പറ.
രാവിലെ ഒരു 6-6:30 മണി സമയം കോഴി കൊക്കര കോന്ന് കൂവുന്നു. നേരം വെളുത്ത് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ അമ്പലത്തിൽ പോയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു, മുല്ലപ്പൂക്ക് ചൂടി പട്ട് പാവാടയൊക്കെ കൊടുത്ത പിള്ളേരുണ്ടായിരുന്നു. ഞാൻ നേരെ ശശിയുടെ കടയിൽ പോയി ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ FM-ൽ പാട്ട് കേൾക്കും. പാട്ട് ഏതെന്നറിയാമോ? ശരറാന്തൽ തിരിത്താണു മുകിലിൻകൂടി, ആ പാട്ടാണ് കേട്ടോ. ആ പാട്ടൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ആരോ IG-യുടെ വീട്ടിൻ്റെ മതിലാടും പോലെ ഒരു തോന്നൽ. ഞാൻ നേരെ വിടാൻ പറ്റുമോ? അടുത്തോട്ട് ചെന്നപ്പോൾ മുകളിലത്തെ നില ഒരു പെണ്ണിന്ന് എത്തി നോക്കുകയും ചെയ്ത് ഞാൻ നേരെ ഈ മതിലിയാടി അകത്ത് കയറി ഡോർ തുറന്ന് പടിക്കട്ട് വഴി മുകളിൽ ചെന്നപ്പോൾ കാക്കി ഒരു ഇതുണ്ടല്ലോ, കാവി കളറിൽ ഒരു സെക്യൂരിറ്റിയുടെ ഡ്രസ്സ് അവിടെ തൂക്കിയിട്ടിങ്ങനെ തിരിച്ച് മരിച്ചു നോക്കി. ഞാൻ എടുത്ത് നോക്കി, ഒന്നും കണ്ട് പെട്ടെന്ന് ഒരു ശബ്ദം. ഹലോ, ആ എടീ, കടയൊക്കെ ഓപ്പണായി. സന്തോഷം സന്തോഷം, കച്ചവടം കൊണ്ട് കുഴപ്പമില്ലേ? എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. ആളെ ബാക്കി പറയണേ, ബാക്കി പട്ടി കയറി. ഞാൻ വെറുത്ത്, എനിക്ക് ഈ കട വേണ്ട. പുള്ളി ഫോൺ വന്ന്, പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. പറയട്ടെ? ഇന്ന് വേണ്ട, ഇത് കേക്കണ്ടേ? ഇല്ല, ഞാൻ തീർന്നേ. എനിക്ക് കേക്കണ്ടേ ഈ വാർത്തകൾ. എന്നാ പിന്നെ ഞാൻ കുറച്ച് ആലക്കരുത്. വെള്ളം കുടി. ഇല്ല, വെള്ളം വേണ്ട, ഞാൻ കുടിച്ചു. ഇല്ല കുടി. ഇല്ല, പിടി. വെള്ളം കുടിച്ചു ഞാൻ. ഇല്ല, ഒരു പഴം തിന്നു. ഇല്ല, പഴം തിന്നെ. പഴം തിന്ന് ഇപ്പൊ തിന്നാ ശരിയാവില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇതൊക്കെ ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ. നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചായക്കടയിൽ പോയി ചായ കുടിച്ച് പാട്ട് കേട്ട് മതിൽ ചാടി പെണ്ണും പിള്ളയെ കണ്ട് യൂണിഫോം കണ്ട് മറ്റവൻ പടക്കണൊക്കെ കണ്ട് എല്ലാം ഓക്കെ. അതുവരെ ഓക്കെ. അല്ലേ? ബാക്കി പറ. അങ്ങനെ കേക്കണം, അതാണ് ഇങ്ങനെ കേക്കണം. അല്ലാതെ ഒരുമാതിരി ദേഷ്യപ്പെട്ട് കൈ ചൂണ്ടി ആക്കണ രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല. ഇതാണ്ടാ ഇതേപോലെ കേട്ടാലേ പറയാൻ പറ്റുള്ളൂ. ദൈവനും കൂടെ കേൾക്കാതിരിക്കുന്നോണ്ട് പറയാം. ഓക്കെ, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എന്റെ പാട്ടൊന്നും വേണ്ട. ശ്രദ്ധിച്ചോട്ടോ. രാവിലെ ഒരു 6-6:30 മണി ഞാൻ രാവിലെ ഉറക്കമൊഴിച്ച് റോഡിലേക്ക് പോയപ്പോ ഇങ്ങനെ അയ്യോ കുറെ പെണ്ണുകുട്ടികൾ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി ഇങ്ങനെ വരികയായിരുന്നു. മുല്ലപ്പൂ